ഗതികേടിലാണ്, കണ്ണീരിലാണ്. ഡിസംബറിൽ വിളവെടുക്കാം, അപ്പോൾ കടം വാങ്ങിയ പണവും ലോണെടുത്ത പണവുമൊക്കെ തിരിച്ചടയ്ക്കാം എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുമ്പോഴാണ് വലിയ കോർപ്പറേറ്റ് കമ്പനികൾ ഒഴുക്കിവിടുന്ന വിഷം മീനിലേൽക്കുകയും ഒരുപാട് മീനുകൾ ചത്തുപൊങ്ങുകയും ചെയ്തു. ജോസ്നയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഈ പ്രദേശത്ത് കാണുന്ന ഈ മത്സ്യകൃഷി ജോത്സനയുടെയും കുടുംബത്തിൻ്റേതുമാണ്. ഇതെപ്പോഴാണ് ഇങ്ങനെ കണ്ടത്? ഇന്നലെ രാത്രി 12 മണിക്കാണ്. 12 മണി സമയമായപ്പോഴേക്കും ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇങ്ങനെ മീനുകൾ ഇങ്ങനെ ചത്ത് പൊങ്ങാൻ തുടങ്ങിയെന്ന് പറഞ്ഞ് കോള് വന്നു. അപ്പോൾ നമ്മളിവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാമറയിലെടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും മീനുകൾ ഇങ്ങനെ വെള്ളത്തിൻ്റെ സർഫസിൽ വന്ന് നിൽക്കണമായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ സമയത്ത് പപ്പ ഇവിടെ വന്ന് നോക്കിയപ്പോഴും വലിയ കാര്യമായിട്ടൊന്നും നമുക്ക് പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ രാവിലെ നമുക്ക് ഫീഡ് ചെയ്യാനായിട്ട് ഒരാളുണ്ട്, മീനുകൾ എല്ലാം തീറ്റ കൊടുക്കാൻ. അയാൾ രാവിലെ വന്ന് നോക്കിയപ്പോഴേക്കും എല്ലാം ചത്ത് പൊങ്ങി മേളിൽ വന്ന് നിൽക്കണേണ്. അപ്പോൾ ഹസ്ബൻഡും വന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ആദ്യം നോക്കിയപ്പോൾ കരിമീൻ കുഞ്ഞുങ്ങളെല്ലാം ചത്ത് കിടക്കണായിരുന്നു. അതിനുശേഷം നോക്കിയപ്പോൾ വല പൊക്കിയപ്പോൾ കാളാഞ്ചി കുഞ്ഞുങ്ങളും എല്ലാം ചത്ത്, എല്ലാ മീനും മൊത്തം ചത്ത് പൊങ്ങി. അത് മാത്രമല്ല പുഴയിലുണ്ടായിരുന്ന എല്ലാ മീനുകളും പൊങ്ങി കിടക്കണ അവസ്ഥ. നിങ്ങൾ ഈ ഇട്ട മീൻ കുഞ്ഞുങ്ങളും പുഴയിലെ മീനും എല്ലാം ചത്ത് കിടക്കണായിരുന്നു. ജീവനോടെ ഒന്നുമില്ല. ഇനി നമുക്ക് ഇത് മീൻ ചത്താലും നമുക്ക് ഇതിന് ഇരട്ടി പണികളാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വല മൊത്തം നമ്മൾ ക്ലീൻ ചെയ്യാനും എന്തിട്ടാണ് അതുപോലെ മാറ്റി ഇനി നമുക്ക് ഇറക്കണം എന്നുണ്ടെങ്കിൽ ഇതിനും കൂടുതൽ ചെലവുമാണ്, അതിനനുസരിച്ചുള്ള നമുക്ക് പ്രയാസവുമുണ്ട്. നമുക്ക് ഇതിനൊരു പരിഹാരം എന്താന്നുള്ളത് ആരും ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല. നമ്മൾ ഇത്രയും പൈസ മുടക്കി ഇത് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരു റീഫണ്ട് അങ്ങനെ ഒരു കാര്യങ്ങളും നമുക്ക് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഇതിനു മുമ്പും നമ്മളെ വിളിച്ചെടുത്തൊക്കെ നമ്മൾ കുറെ മീറ്റിങ്ങുകളിലും കാര്യങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഇഷ്യൂ. ഈ വെള്ളത്തിലാണെങ്കിൽ ചെക്ക് ചെയ്തിട്ടില്ല, ആരും ഇതുവരെ ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല. നമ്മളായിട്ട് പൈസ കൊടുത്ത് നമ്മൾ ഈ മീന് പോസ്റ്റ്മോർട്ടം ചെയ്യുകയും അതുപോലെ വെള്ളം എടുത്ത് pH ലെവല് നോക്കുകയും കറക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നല്ലാണ്ട് പുറത്തുനിന്ന് ഒരാള് നമുക്ക് ഗവൺമെന്റിൽ നിന്ന് ആരും വന്ന് ഇതുവരെ നമുക്ക് ചെയ്തു തന്നിട്ടില്ല. വലിയൊരു ദുരന്തമായി മാറിയിരിക്കുന്നു. വിഷം കലർന്ന് നദിയിലെ മീനുകൾ മുഴുവൻ ചത്തുപൊങ്ങുക, ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഈ മത്സ്യകൃഷി മുഴുവൻ നശിച്ചു പോവുക. എന്തെങ്കിലും നടപടി എടുക്കുവാൻ സാധ്യതയുണ്ടോ? എന്ത് മറുപടിയാണ് നിങ്ങൾ ഇവർക്ക് കൊടുക്കുന്നത്? അല്ല, ഇത് കുറെ വർഷങ്ങളായിട്ട് നിരന്തരമായിട്ട് ഉണ്ടായിരുന്നതാണ് ഇങ്ങനെയുള്ള വിഷവെള്ളം ഒഴുക്കല്. ചില വൻകിട കമ്പനികളാണ് ഇത് ഒഴുക്കുന്നത്. ഏതൊക്കെ കമ്പനിയാണ്? അത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കണ്ടുപിടിക്കാൻ സാധിക്കുമോ? ഞങ്ങൾ സഹായിക്കാം. നമ്മൾക്ക് അതിനെക്കുറിച്ച്, അത് ഇടയാറുള്ള കമ്പനികളാണ്, ഏലൂർ ഇടയാർ മേഖലയിലുള്ള കമ്പനികളിൽ നിന്ന് വരുന്ന പൊല്യൂഷനാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ഇന്നലെ തുടക്കം തന്നെ ഇടയാർ മേഖലകളിലാണ് വിഷവെള്ളം ഒഴുകി ആദ്യം മീൻ ചത്തുപൊങ്ങിയത്. ഇവിടെ പാതിര ആയപ്പോഴാണ് ഇങ്ങോട്ടെത്തി മുളകുകാടല്ല കടമക്കുടി, വരാപ്പുഴ ഇവിടേക്ക് എത്തി. ഇന്ന് നേരം വെളുത്തപ്പോഴേക്കും ഇവിടെയുള്ള മുഴുവൻ മത്സ്യങ്ങളും ചത്തുപൊങ്ങി. വളരെ ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ പെരിയാറിൽ ഉണ്ടായിട്ടുള്ളത്. ഏലൂർ വ്യവസായ മേഖലയിൽ നിന്ന് വിഷമാലിന്യം പുഴയിലേക്ക് ഒഴുക്കിയത് മൂലം മത്സ്യസമ്പത്ത് മുഴുവൻ ചത്തൊടുങ്ങിയിരിക്കുകയാണ്. യുവ സംരംഭകർ, കൂട് കൃഷി നടത്തുന്ന യുവ സംരംഭകരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വലിയ നഷ്ടമാണ്, തീരാ നഷ്ടമാണ് ഇതിലൂടെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ തന്നെ ഒരു യുവ കർഷകൻ, അദ്ദേഹത്തിന് 13 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. എല്ലാ മത്സ്യക്കുഞ്ഞുങ്ങളും ചത്തുപോയെന്നാണ് പറയുന്നത്. രാവിലെ ഞാൻ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടു. അടിയന്തരമായി ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായി ഇനി ഒരിക്കലും ഇത്തരത്തിൽ മത്സ്യക്കുരുതി ഉണ്ടാക്കുന്ന രീതിയിൽ മത്സ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും അതുപോലെ അനുബന്ധമായി യുവ കർഷകർക്കുമെല്ലാം ഇന്ന് വലിയ ഒരു നഷ്ടം സംഭവിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിനെ സംബന്ധിച്ച് ഗൗരവമായ ഒരു അന്വേഷണം ഗവൺമെൻറ് നടത്തണം. ഞാൻ അടിയന്തരമായി മുഖ്യമന്ത്രിക്കും ഫിഷറീസ് വകുപ്പ് മന്ത്രിക്കും വ്യവസായ വകുപ്പ് മന്ത്രിക്കും കത്ത് അയക്കുന്നുണ്ട്. ഈ വിഷയത്തിൻ്റെ ഗൗരവം പറഞ്ഞ് കത്തയക്കുന്നുണ്ട്. ഇന്ന് രാവിലെ കളക്ടറെ വിളിച്ചിരുന്നു. ഇത് ഏത് കമ്പനിയിൽ നിന്നാണ് ഈ വിഷദ്രാവകം പുഴയിലേക്ക് ഒഴുക്കിയതെന്ന് അടിയന്തരമായി കണ്ടുപിടിക്കാനുള്ള നടപടി ഉണ്ടാകണം എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട് അദ്ദേഹം അത് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ചേരാനെല്ലൂർ പ്രദേശങ്ങളിൽ കൃഷി നടത്തുന്ന ഇതുപോലെയുള്ള അനേകം ചെറുപ്പക്കാരുണ്ട്. 10-15ഓളം കൂട് കൃഷി തന്നെയുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഉണ്ടായിട്ടുള്ള നഷ്ടം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമായിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ ആരും സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഗവൺമെൻറ്റിൻ്റെ സഹായം അവർക്ക് കിട്ടേണ്ടതാണ്. പാവപ്പെട്ട യുവ സംരംഭകർ ഇത്തരം കൂട് കൃഷി നടത്തി അവരുടെ ഒരു ഏണിംഗ് പോയിന്റിൽ നിൽക്കുമ്പോഴാണ് ഇത്തരം ഒരു ഗുരുതരമായ സംഭവം, മനുഷ്യനിർമ്മിതമായ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. സാർ, ഇന്ന് രാവിലെയും കിലോ 300 രൂപയ്ക്ക് ഇവിടെയുള്ള കരിമീനുകൾ മാർക്കറ്റിലുണ്ട്. അത് കഴിക്കുന്നവർക്കും ഭക്ഷ്യവിഷബാധയ്ക്കുള്ളത് അല്ല, അത് ഫുഡ് സേഫ്റ്റി അതോറിറ്റി അത് പരിശോധിക്കേണ്ടതാണ്. മത്സ്യസമ്പത്ത് വിഷാംശം കലർന്നത് മനുഷ്യൻ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന മാരകമായ സാഹചര്യം ഗുരുതരമാണ്.
അപ്പോൾ അത് ഫുഡ് സേഫ്റ്റി അതോറിറ്റി പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കുന്നു. ശുദ്ധമായ പുഴകൾ, നദികൾ ഒക്കെ നമ്മുടെ മലയാള ദേശത്തിൻ്റെ സമ്പത്താണ്. ഒക്കെയും മലീനസമാവുകയാണ് അത്യാർത്തി മൂലം. ഇത് സാധാരണക്കാരൻ ഒഴുക്കിവിടുന്ന ഒരു തുള്ളി വിഷമല്ല. വലിയ കോർപ്പറേറ്റുകൾ, മാസം തോറും കോടികൾ സമ്പാദിക്കുന്ന കോർപ്പറേറ്റുകൾ നമ്മുടെ നദികളിലൂടെ ഇങ്ങനെ വിഷദ്രാവകങ്ങൾ ഒഴുക്കി വിടുകയാണ്. അറിയാതെ മനുഷ്യൻ ഒരല്പം വെള്ളം കൈകളിൽ കോരിയൊന്ന് മുഖം കഴുകിയാൽ ബോധം കെട്ട് വീഴുന്നു. ദാഹിച്ചു വരുന്ന ഒരു നായയോ പൂച്ചയോ പക്ഷിയോ ഒരല്പം വെള്ളം കുടിച്ചാൽ മരിച്ചു വീഴുന്നു. മനുഷ്യർക്കുണ്ടാവുന്ന നഷ്ടങ്ങൾ, മൃഗങ്ങൾ മരിച്ചു വീഴുന്നു. ഇതൊക്കെയും തടയപ്പെടുക തന്നെ വേണം. MLAയും മറ്റ് ജനപ്രതിനിധികളുമെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ശാശ്വതമായൊരു പരിഹാരമുണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം നഷ്ടം സംഭവിച്ചവർക്കുള്ള മുഴുവൻ നഷ്ടപരിഹാരവും ലഭിക്കുമെന്നുള്ള ഉറപ്പും. ഈ ഉറപ്പൊന്നും വെള്ളത്തിൽ വരച്ച വര പോലെയാകരുത്. ഞങ്ങൾ ഈ വാർത്തയ്ക്ക് പിന്നാലെ ഉണ്ടാകും. ഇവർക്ക് നഷ്ടപരിഹാരം കിട്ടും വരെ ഈ പുഴ, മലിനമായ ഈ പുഴ ശുദ്ധമായ ജലം ഒഴുകും വരെയും ചാനൽ 91 ഒപ്പമുണ്ട്. ചാനൽ 91 വേണ്ടി ബിജു കിഴക്കനേല, ഒപ്പം ബിനു ജോർജ്.